ചില മരണങ്ങളൊന്നും വാർത്തകളായി കടന്നു പോകില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്. അത് ചില മനുഷ്യരെ നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ് അല്ലേ. ഒരച്ഛൻ, ഒരമ്മ, നിഷ്കളങ്കരായിട്ടുള്ള 2 കുട്ടികൾ. അവർ സത്യത്തിൽ ആ പുഴയുടെ ആഴങ്ങളിലേക്കല്ല കടന്നു പോയത്. പ്രതീക്ഷകളില്ലാത്ത, നമ്മളെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ലോകത്തേക്കാണ് ആ കുടുംബം നമ്മുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോയത് എന്നതാണ് സത്യം. വിശപ്പും ദാരിദ്ര്യവും വീടില്ലായ്മയും ഒറ്റപ്പെടലും ചേർത്ത് നിർത്താൻ ആളില്ലായ്മയുമെല്ലാം ആ കുടുംബം അനുഭവിച്ചത് സത്യത്തിൽ ഇപ്പോൾ ചില മലയാളികൾക്കെങ്കിലും അതിൻ്റെ നോവ് എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാകും. കോടികൾ കൊടുത്ത് അന്യരാജ്യത്തെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന മലയാളികൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം മൂക്കിന് താഴെ അല്ലെങ്കിൽ ചുണ്ടത്ത് പാതി കാഴ്ച മറഞ്ഞുപോയ ഒരു അമ്മയും അച്ഛനും 2 കുടുംബവും നിരന്തരം പള്ളിയുടെയും അമ്പലങ്ങളുടെയും മുമ്പിൽ മുട്ടിയിട്ട് പോലും അവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാക്കാനോ പട്ടിണി മാറ്റാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഓരോ മലയാളിയെയും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഈ ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവസാനമായി ആ കുട്ടികൾക്ക് അവർ വാങ്ങിച്ചു കൊടുത്ത ആ ഭക്ഷണം, അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ വിശപ്പോടുകൂടി അത് കഴിക്കുന്ന സമയം ആ അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ അടുത്ത നിമിഷം അവർ മരണത്തിലേക്ക് പോവുകയാണ് എന്ന് ആ ഒരു നിമിഷത്തെ അവർ എത്രമാത്രം ഭയാനതയോടുകൂടെ ആയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുക. കുറ്റക്കാർ നമ്മൾ ഓരോരുത്തരുമാണ്. പക്ഷേ വിട പറഞ്ഞു പോകുന്ന ആ കുടുംബത്തിൻ്റെ മുമ്പിൽ കേരള പോലീസ് കാണിച്ച ആ മാന്യതക്ക്, സർ, നിങ്ങൾ ഏത് സ്റ്റേഷനിലെ ഏതാളുകളുമാവട്ടെ, നിങ്ങൾ കാണിച്ച ആ മനുഷ്യത്വം ഇന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഒരു കാര്യമാണ് ഇവിടെ അവസാനിപ്പിച്ചു പോവേണ്ടത്. മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ സുഖമാണോ എന്നുള്ള ഒരു ചോദ്യം, ചിലപ്പോൾ ഒരു ചേർത്ത് പിടിക്കൽ, ചിലപ്പോൾ ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങളെ നമുക്ക് അതിജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും എന്നുള്ളതാണ്. ഇനിയൊരാൾക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ കുടുംബത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും നേർന്ന് അവസാനിപ്പിക്കട്ടെ.